കർത്താവിൻ്റെ ഏത് പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ സംബന്ധിപ്പാൻ എനിക്കും എന്നോട് ലണ്ടനിൽ നിന്ന് വന്ന പ്രിയ സഹോദരനും സഹോദരൻ ടെഫി ശാമുവേൽ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിൽ സംബന്ധിപ്പാൻ ഇടയായതോർത്ത് ഞാൻ കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഇവിടെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബെറിൽ തോമസ്, പാസ്റ്റർ വർഗീസ് ഈശോ, അവരെയും ഞാൻ ദൈവനാമത്തിൽ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധന പാട്ടുകൾ ഒക്കെ കേൾക്കാൻ ഇടയായിത്തീർന്നു. യഥാർത്ഥത്തിൽ ഈ ആരാധന അനുഭവിച്ച് എത്ര വരുന്നു? കൈ ഉയർത്തിക്ക്. പകുതി അല്ലേ? എന്താ ഞാൻ പറഞ്ഞത്, നമ്മളെ കേരളത്തിൽ നിന്ന് വന്നവരാ. ഇന്ദിരാഗാന്ധി വന്നാൽ, അല്ല ഇന്ദിരാഗാന്ധി പോയല്ലോ കേട്ടോ, അടുത്ത രാഹുൽ ഗാന്ധി വന്നാൽ കോൺഗ്രസ്സുകാരെങ്ങനെയാണ് വിളിക്കുന്നത്? ഇങ്ങനാണോ? ഇല്ല, ഇതിനിടയ്ക്ക് എതിർ പാർട്ടിക്കാർ കുറച്ച് വന്ന് പുറകെ കൈ കെട്ടി നിൽക്കും. രാഹുൽ ഗാന്ധി വന്നാൽ കോൺഗ്രസ്സുകാർ ചാടിയാ. എതിർ പാർട്ടിക്കാർ ഇത് കാണാൻ വന്നവരെന്ത് ചെയ്യും? നമ്മൾ കാണാൻ വന്നോ അനുഭവിക്കാൻ വന്നോ? ഹല്ലേലൂയ! ഒരു അല്ലേലൂയൊക്കെ പറഞ്ഞ ദൈവത്തിന് വേണ്ടിയാ. ഈ ശ്വാസത്തിന് ആരും വില കൊടുത്തോ? നിങ്ങളുടെ ഓക്സിജൻ, നിങ്ങളുടെ വീട്ടിൽ വരുന്ന കറണ്ടിനൊക്കെ വില കൊടുക്കുന്നില്ലേ? ഇതല്ലേ നമ്മളെ മുഖ്യം. ഈ ദൈവത്തിന് ഒരു നന്ദി പറയാനല്ലേ വന്നേ. ഞാൻ 56 വർഷമായി കർത്താവിൻ്റെ വേലയില്ല. എൻ്റെ പേര് കുര്യൻ എന്നാന്ന് പറഞ്ഞു. എൻ്റെ വീട് കോട്ടയത്തിനടുത്ത് കങ്ങഴ എന്നൊരു ഗ്രാമമാണ്. പുതുപ്പള്ളിയിലെയാണ് പാഷ പിതാവിനെ ഞാൻ കണ്ടു. അതിനടുത്ത കങ്ങഴ എന്നൊരു ഗ്രാമം. 13ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടു. 19ാമത്തെ വയസ്സിൽ കർത്താവിനെ തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചു. അന്ന് ഞാൻ വേറെ ഒരു തൊഴിലൊക്കെ മൈസൂരിലായിരുന്നപ്പം ഞാൻ വെളിയായിട്ട് ഇറങ്ങിയപ്പോൾ കർത്താവിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞു. കർത്താവ്, ഞാൻ ലോകത്തിൽ എവിടെ വേണേലും പോകുന്നില്ലെന്നൊക്കെ കണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എങ്ങനെ ഒഴിവാക്കാൻ പറഞ്ഞു. കർത്താവ്, എനിക്ക് ഒരു കാര്യം, ഒരു തടസ്സമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല, ഞാൻ തല കറങ്ങും. അപ്പോൾ കർത്താവിനെ വിട്ടു നിർത്തില്ലേ? കർത്താവ് കരുണ വിടുവാനല്ലേ, ദൈവം സ്നേഹമല്ലേ. അപ്പോൾ എന്നോട് ദൈവം പറയുക, വരണ്ട നിലത്തിൽ നിൻ്റെ പൈസ പടക്കി നടത്താം. അതുപോലെ 56 വർഷമാണ്. ഞാൻ ഒരു കാര്യം പറയും, എനിക്ക് 3 പെൺകുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യയും. ഞാൻ മലബാറിലായിരുന്നു. എന്നാലും പൂരടക്കര, ചുങ്കത്തറ, മണിപ്പൂർ, ഇങ്ങനെ വയനാട്, അങ്ങ് സുൽത്താൻ ബത്തേരി, പുൽപ്പള്ളി, പിന്നെ കൊച്ചി, വൈപ്പിൻ ഐലൻഡ് അവിടെ, പിന്നെ ഒരു ട്രിവാൻഡ്രം പോയിട്ട്, പിന്നെ ആന്ധ്ര, തമിഴ്നാടൊക്കെ പോയി വീടായി കയറി സൂക്ഷിച്ചായിട്ട് വരയ്ക്കുന്നത് ഇന്ത്യ യുവം കുസ എന്നൊരു സംഘടന. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. ആ സംഘടനയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൃശ്ശൂരായിരിക്കുമ്പം ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, നിൻ്റെ ഭാവി ശുശ്രൂഷ ദ്വീപുകളിലാണ്. ദ്വീപ് അതെന്ന് അറിയാതിരിക്കുമ്പോൾ 1 മാസം കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ വചനത്തിലൊരു വാക്യമുണ്ട്, ദ്വീപുകളുടെ യഹോവയുടെ വചനത്തിനായിട്ട് കാത്തിരിക്കുന്നു. യെശയ്യാ 42:4. ഈ ഒരു മഗസിൻ ഞാനത് വായിച്ചതാണ്. ഇത് രണ്ടും കൂടെ ആയപ്പോൾ എനിക്കൊരു ചിന്തയിട്ട്, ഏത് ദ്വീപാ? 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആൻഡമാൻ നിക്കോബാർ ചെന്നു. ആൻഡമാൻസ് എവിടെയെന്ന് അറിയാവുന്നവരാരും ഉണ്ടോ ഇവിടെ? ആൻഡമാൻസിനെ കുറിച്ച് കേട്ടിട്ടുള്ളവർ? നിങ്ങൾ ഇന്ത്യയുടെ മാപ്പേ പോയി ഇങ്ങനെ നോക്കണം. അപ്പോൾ വലത്ത് വെച്ച് ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്ന ഒരു ദ്വീപ്, അതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. 572 ദ്വീപുകളാണ്. 39 ദ്വീപുകളിൽ ആളുകൾ പാർക്കുന്നുണ്ട്. 26 ഭാഷക്കാരാണ്, 6 കാട്ടുജാതിക്കാർ ഉൾപ്പെടെ. അപ്പോൾ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നാട് കടത്താൻ വേണ്ടി ഉപയോഗിച്ച ദ്വീപുകളാണ്. അവിടെ നാട് കടത്താൻ അവരുടെ ഒരു ജയിലാണ് സെല്ലുലാർ ജയിൽ. അപ്പോൾ സുവിശേഷ നിമിത്തം ദൈവം എന്നെ അവിടേക്ക് നാട് കടത്തി. ഇപ്പം ഞാൻ പലരോട് ഇറങ്ങിയിരിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ മധ്യേ വന്നേക്കുന്നത്. എൻ്റെ മകളാണ് ഇവിടെ, എൻ്റെ മരുമകനാണ് ലണ്ടനിലെ പാസ്റ്റർ ഫിന്നി ശാമുവേൽ. നിങ്ങളുടെ PCICക്ക് പോയവർക്കറിയാം, അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. എൻ്റെ മകൾ അവിടെ പാട്ട് പാടാൻ മുൻപ് അതിൻ്റെ ലീഡറായിരുന്നു, കോർഡിനേറ്ററായിരുന്നു. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ഇതിൽ ഇളയ മകളായത്. അവിടെ IT MTech ആണ്, കാരുണ്യമായി പഠിച്ചതാണ്, 4 ഗോൾഡ് മെഡലിസ്റ്റാണ്, റാങ്ക് ഹോൾഡറാണ്. പക്ഷെ പുള്ളിക്കാരത്തിൽ സുവിശേഷം അറിയണമെന്ന് വലിയൊരു വാഞ്ച. അങ്ങനെ ഞാൻ സുവിശേഷകൻ്റെ വിവാഹം കഴിച്ചു. അവർ ദൈവം ഇവിടെ അത്ഭുതകരമായി കൊണ്ടുവന്നു. ഞാൻ ആൻഡമാൻസിലായിട്ട് 1974 ആൻഡമാൻസിൽ പോയതാണ്. പോർട്ട് ബ്ലെയർ എന്ന തലസ്ഥാനത്ത് മാത്രം പാർത്തുകൊണ്ട് ആൾപ്പാർപ്പുള്ള എല്ലാ ദ്വീപുകളിലും സുവിശേഷം അറിയിച്ചു. കർത്താവ് പറഞ്ഞു, ലോകാവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടാകും. ആ കർത്താവ് എന്നോട് കൂടെ ഇരുന്ന്, നമുക്കറിയാം ഒരാളോട് സഹായമില്ല, ഇങ്ങനെ മുമ്പോട്ട് പോകും. നമ്മളിവിടെ പാട്ട് പാടി, സമുദ്രം എൻ്റെ നേരം ഉയർന്നാലും, എൻ്റെ നേരം ഉയർന്നിട്ടുണ്ട്, അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കാൻ പോവാം. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ ആരാ പ്രസംഗിച്ചത് എനിക്കറിയില്ല. ഓക്കെ, എന്നാൽ ആ പ്രസംഗിച്ചത് ഓർക്കുന്നവരുടെ കൈപൊക്കിക്ക് 2 പാസ്റ്റർ പ്രസംഗിച്ച് കാണും, പാസ്റ്റർ ഓർമ്മയുണ്ട്, അല്ല എഴുതി വെച്ച് കാണും 2. അപ്പോൾ നിങ്ങളെല്ലാം കേട്ടില്ലേ ഈ പ്രസംഗിച്ച്? എന്നാൽ 23ാം സങ്കീർത്തനം അറിയാവുന്ന കൈപൊക്കിക്ക്. ഇതുകൊണ്ട് എല്ലാവരും കൈപൊക്കുന്നു.
4000 വർഷം മുമ്പ് ഹീബ്രുവിൽ എഴുതിയ സങ്കീർത്തന ഓർമ്മയുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച മലയാളത്തിൽ പറഞ്ഞ പ്രസംഗം അറിയില്ല. കാരണം അതാ എഴുതി വെച്ചാലുള്ള ഗുണം. ഓക്കെ, അതുകൊണ്ടാണ് മോശയോട് ദൈവം പറഞ്ഞ മോശ എഴുത്. നമുക്ക് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് പുസ്തകം കിട്ടിയത് മോശ എഴുതിയത് കൊണ്ടാണ്. 90-ാം സങ്കീർത്തനം മോശ എഴുതിയത് കൊണ്ടാണ്. വെളിപ്പാട് പുസ്തകത്തിൽ ദൈവം യോഹന്നാനോട് യോഹന്നാനെ നീ കാണുന്നത് എഴുത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഒന്നിന് പുറകെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഒന്നെണ്ണം പെട്ടെന്ന് പറഞ്ഞൊരു വചന ശുശ്രൂഷയിൽ പോകാം. തന്ന സമയത്ത് തന്നെ ഇരിക്കുകയും ചെയ്യാം. ഓക്കെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ഇത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. പൗലോസ് പറയുന്നത് ഞാൻ വായു തുറക്കുമ്പോൾ വചനം ലഭിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഒരു കോളേജിൽ പോകുമ്പോൾ പ്രൊഫസർ പറയാം ഞാൻ കെമിസ്ട്രി പഠിപ്പിക്കാൻ പോകാം, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ കോളേജിൽ പോകത്തില്ല. പക്ഷേ ഇപ്പം ഇത് ആവശ്യമാണ്. ദൈവവചനം പറയുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക, തമ്മിൽ ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ഇവിടുത്തെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ആരാധന ടീമിനായിട്ട് സ്തോത്രം. നിങ്ങൾ ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിൽ നമുക്ക് നമസ്കരിക്കാം. നമ്മൾ ഭാഗ്യവാന്മാരാണ്. അനേകർക്ക് അറിയില്ല, ദൈവം ആരാന്ന് പോലും അറിയില്ല. പക്ഷെ നമുക്ക് ദൈവത്തെ അറിഞ്ഞാൽ നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ ആൻഡമാൻ ചോദിച്ചു, ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവേ ഒത്തിരി നാൾ നടന്ന് സുവിശേഷം വരെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു കർത്താവേ എനിക്കൊരു സൈക്കിൾ വേണം. ഒരു സൈക്കിൾ ഒരാൾ മദ്രാസിൽ നിന്ന് മേടിച്ചു കൊടുത്തേ. അപ്പോൾ ദൈവ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അങ്ങനെ കുറേ കാലം അത് കയറ്റമുള്ള റോഡ്, ഇറക്കമുള്ള റോഡ്, ഒരു വശത്തോട് തള്ളിയാൽ മറ്റേ വശത്തോട്ട് പോകും. അങ്ങനെയാണ്. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവ് എനിക്കൊരു സ്കൂട്ടർ വേണം. സ്കൂട്ടറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ പഴയ സ്കൂട്ടറൊക്കെ 27 വർഷം പഴക്കം ഒരു സ്കൂട്ടറൊക്കെ പോയി ഞാൻ വില പറഞ്ഞു. എനിക്ക് ഓടിക്കാനറിയില്ല, വേലയെക്കുറിച്ചുള്ള വാഞ്ചമുണ്ട്. പക്ഷേ ദൈവം എനിക്ക് അത്ഭുതകരമായ ഒരു സ്കൂട്ടർ തന്നു. ഒരു ബജാജ് സൂപ്പറാണ്, ഒരു മഞ്ഞ കളറ്. ഞാൻ കഴിഞ്ഞ സ്കൂട്ടർ പഠിച്ചത്. അത് ഞാനൊരു ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരിടത്ത് വെച്ചിട്ട് സുവിശേഷം അറിയിക്കാൻ ഒരു വീട്ടിൽ പോയി. ആ ഭാര്യ ഭർത്താവ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ആ സന്തോഷത്തോടെ ഞങ്ങളുടെ ഇറങ്ങി താഴെ വന്നപ്പോൾ സ്കൂട്ടറില്ല. എൻ്റെ ഒരാൾ മേടിച്ചു വന്നാണേ. എൻ്റെ തല കറങ്ങുന്ന പോലെ, ദേശം കറങ്ങുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ ഞാൻ ദൈവത്തോട് പറഞ്ഞു എൻ്റെ കർത്താവേ ഞാനിവിടെ അവിടുത്തെ വേലയ്ക്ക് വേണ്ടിയാണ് വന്നത്. പക്ഷെങ്കിൽ എൻ്റെ സ്കൂട്ടർ നോക്കേണ്ട ദൂതന്മാരുണ്ടായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കിയിട്ടൊന്നും കാണുന്ന ലക്ഷണമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, ഞാനും എൻ്റെ ഭാര്യ കൊണ്ട് കയ്യെ പിടിച്ച് പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്കൂട്ടർ കർത്താവ് എനിക്ക് തന്ന നന്മയ്ക്കാ തന്ന സ്കൂട്ടർ അത് ഇവിടെ തന്നെ വെച്ച് എനിക്ക് കിട്ടണം. ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഒരു വണ്ടി പിടിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ഞങ്ങളെന്തായാലും പോലീസുകാർ ഒന്ന് അറിയിക്കണ്ടേ. ഞായറാഴ്ച പോലീസ് സ്റ്റേഷൻ ചെന്നപ്പം അവിടുത്തെ SHO പറയുക 3 മാസമായിട്ട് ഞങ്ങളുടെ ആക്റ്റീവാണ് സ്കൂട്ടർ പോയിട്ട് കിട്ടിയിട്ടില്ല, പിന്നെ ഇത് കിട്ടാമോ? അത് കിട്ടത്തില്ല. അപ്പം നമുക്ക് ആ ഓപ്പം പോയി. പക്ഷേ എന്നെ കൊണ്ടുവന്ന ഡ്രൈവർ ഒരു ഹിന്ദു എൻ്റെ സ്നേഹിതനായിരുന്നു. അതേ ഏറെ വീട്ടിലിരുന്നു. ഞങ്ങളുടെ വേദനയൊക്കെയാണ് ഞങ്ങളിങ്ങനെ സെർച്ച് ചെയ്യാനൊക്കെ പോകാൻ തുടങ്ങിയപ്പം അയാൾ പറയും ഞാൻ പോവാ കുര്യൻ ഭാഷ, എനിക്ക് വയ്യ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. അയാൾ പോയ വഴിക്ക് സ്കൂട്ടർ വെച്ച സ്ഥലമേക്ക് അറിയാം. അയാൾ അവിടെ നിന്നൊരു വിളിച്ചു, കുര്യൻ ഭാഷ ഓടിയോ വണ്ടി വിടിയിരിപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം, അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവം. നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്? നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വയ്ക്ക്. നമ്മൾ എടുത്തോണ്ട് നടന്ന് മുടി നരയ്ക്കാമെന്നല്ലാതെ ഒരു വിഷമവും നരച്ച് ഒരു വിധമായി വളരെ ബാക്കിയെല്ലാം പൊഴിഞ്ഞും പോയി. അതുകൊണ്ട് കാര്യം ചെയ്യണം, നിൻ്റെ ഭാരം യഹോവയുടെ മേൽ വയ്ക്കാൻ പറഞ്ഞാൽ വെച്ചോണം. ഇത് തിരുവചനമാണ്, സത്യവചനമാണ്. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ 23 പേരും കൂടി ഒരു വള്ളത്തെ പോയി. 2.5 മണിക്കൂർ പോകണം കടലിൽ കൂടെ. പോകുന്ന സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ ഓളം, തിരമാല ഇളകി വന്നു. എല്ലാവരും കൂട്ടക്കരച്ചിൽ. 3 കന്യാസ്ത്രീകളുണ്ട്, മദർ തെരേസയുടെ കൂടെ പ്രവർത്തിക്കുന്ന 3 സിസ്റ്റേഴ്സുണ്ട്. അവരൊക്കെ മുമ്പിൽ ഇരിക്കുക, എൻ്റെ അസിസ്റ്റൻ്റ് മുമ്പിൽ ഇരിക്കുക. ഞങ്ങൾ 4:15 വീട്ടിൽ നിന്ന് ഇറങ്ങുക. വെളുപ്പിന് 3:30 ആകുമ്പോൾ ഒരിടത്തിൽ ചെന്നാൽ അവിടെ ഞങ്ങൾക്ക് ഗവൺമെൻറ് ബോട്ട്, വലിയ ബോട്ട് കിട്ടുമായിരുന്നു. കിട്ടിയില്ല, അത് പോയി, അത് സമയം പോയി. 3:30 5:30 ചെന്നത്. വെഹിക്കിൾ ഫ്രീക്ക് ബസ്സൊക്കെ കയറ്റി കൊണ്ടുപോകണം. അപ്പോൾ എല്ലാവരും കരഞ്ഞപ്പോൾ ഞാനും കരയാൻ പറ്റുമോ? മോശമല്ലേ? ഉള്ളം പൊട്ടിപ്പോയി. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങൾ അനാഥയാകാൻ പോവാ, എൻ്റെ ഭാര്യ വിധവയാകാൻ പോവാ. ഈ സമയത്ത് ഞാൻ വേദനയോടെ ഇരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് നീ എവിടെ പോവാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ഡിഗ്ലിപ്പൂരിൽ പോവാ, അവിടെ കൊണ്ട് മിഷണറി പ്രവർത്തിക്കുന്നുണ്ട്, അവിടെ പ്രവർത്തിക്കാൻ പോവാ. അവിടെ പോയി എന്താ പറയാമോ? യേശുവിനെ കുറിച്ച്. ആ യേശു ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആകയാൽ ആ യേശു എൻ്റെ അടുക്കൽ വന്നിത് പറഞ്ഞ് എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കൈ ഉയർത്തിയിട്ട് ആകാശത്തെയും ഭൂമിയെയും ബംഗാൾ ഉൾക്കടലിൽ സൃഷ്ടിച്ചവനായ നസ്രയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാണ്. അത്രേ ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ. 10 അടി 15 അടി വന്ന
ആ തിരയൊക്കെ എവിടെ പോയെന്നറിയില്ല. അങ്ങനെ അത്ഭുതങ്ങൾ ഒന്നിനു പുറകെ ഇങ്ങോട്ട് വന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് നീ അത് എഴുത്. 10 വർഷം മുമ്പ് ഞാൻ മലയാളത്തിൽ എഴുതി. മലയാളം വായിച്ചവരൊക്കെ പറഞ്ഞ് അത് ഇംഗ്ലീഷിലാക്കി അടുത്ത തലമുറയ്ക്കൂടെ വായിക്കാമെന്ന്. കഴിഞ്ഞ 1.5 വർഷമായി ഞാൻ നാട്ടിൽ വന്ന് ഞാനിപ്പോൾ താമസിക്കുന്ന വള്ളംകുളത്താണ്. നാട്ടിൽ വരുമ്പം എനിക്ക് വീടും കൂടുമെന്നുള്ളവരല്ല, പക്ഷേ അതെൻ്റെ മോള് മേടിച്ച് ഞങ്ങൾക്ക് തന്നതാണ്. പക്ഷേ അത് വളരെ പേര് കിടക്കുക കേട്ടോ. കാരണം ഞാൻ എൻ്റെ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ഒരു പോഷനാണ് സത്യം പറഞ്ഞാൽ. ഏട്ടം വരം നോക്കിയില്ല, നേരെ മുമ്പോട്ടും ഓടി. ഇപ്പോൾ വയസ്സ് ഈ 30-ാം തീയതി 77 തുടങ്ങി. ഓക്കെ, എൻ്റെ ദൈവം എത്ര നല്ലവനാണെന്നറിയാമോ? അവൻ ഞങ്ങളുടെ കാലുകളെ മാൻപടക്കാർക്ക് തുല്യമാക്കി. എൻ്റെ ഭാര്യ എന്നോട് കൂടെ വന്നിട്ടുണ്ട്. 72 വയസ്സ് കഴിഞ്ഞു. ഇത്രത്തോളം യഹോവ സഹായിച്ചു. അപ്പം ഇതെല്ലാം കൂടെ എഴുതിയ ഒരു പുസ്തകം. അത്ഭുതങ്ങൾ മാത്രം, ജീവചരിത്രമൊന്നുമല്ല. നിങ്ങളിത് വാങ്ങിച്ച് കൊണ്ടുപോയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കണം. നിങ്ങളുടെ യേശു അങ്ങ് ദൂരെ, അങ്ങ് അബ്രഹാമിന് മാത്രമല്ല, ദാവീദിന് മാത്രമല്ല, പത്രോസിന് മാത്രമല്ല, നമുക്കും സമീപസ്ഥന. ഇത് നിങ്ങൾ ഇവിടെ എൻ്റെ ചെറിയ കോപ്പി മാത്രമേ ഉള്ളൂ. ഒടുവിലായി പ്രാർത്ഥനയ്ക്ക് ശേഷം ഇവിടെ നമ്മുടെ സഭൻ ടിഫിൻ ഇവിടെ അത് വിൽക്കും. നിങ്ങൾക്കത് മേടിച്ചിട്ട് പോകാം. $10 നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ അത് ചെയ്യാൻ കഴിയുന്ന അവസരമുണ്ട്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് സംസാരിക്കേണ്ടതിനായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ ഇനി ഒരു ദൈവദാസൻ്റെ ഒരു അനുഭവം കൂടെ പറയാം. പ്രാർത്ഥിക്കുന്നതിന് മുന്നേ നല്ല പോയി പാട്ട് എഴുതി പാടുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹം ഒരു രോഗിയായി. അദ്ദേഹത്തിൻ്റെ നാവിന് ഒരു വല്ലാത്ത ഓപ്പറേഷൻ ആവശ്യമുണ്ട്. ഡോക്ടർ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പാടുന്നയാളല്ലേ, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ പാടാൻ പറ്റത്തില്ല, നിങ്ങളുടെ പാട്ട് അതോടെ തീരും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ നിൽക്കേ, ഞാൻ ഒരു പാട്ടുകൂടെ എഴുതി ഒന്നുകൂടെ പാടിയിട്ട് പിന്നെ എൻ്റെ നാവ് ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ എനിക്ക് പാടിയില്ലെങ്കിലും കുഴപ്പമില്ല. അദ്ദേഹം എഴുതിയ പാട്ടാണ്, വീക്കൊള്ളതാം എൻ്റെ നാവ് ശവക്കുഴിക്കുള്ളിൽ മൗനമായാൽ എന്നാത്മാവോ പാടും ഉന്നതത്തിൽ. മൗനമായാൽ എന്നാത്മാവോ പാടും ഉന്നതത്തിൽ. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായാലും വേദന എന്തായാലും കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കും. എന്നിട്ട് അതേ പാടുകയാണ്, എൻ പേർക്കേശു മരിച്ചെന്നു ഞാൻ വിശ്വാസി. ഓ പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം ചിന്തി. പാപമെന്നിൽ നിന്നു നീക്കാൻ യേശു രക്തം. എനിക്ക് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഒത്തിരി നാവാണ്. സമയം പോകുന്നത് എനിക്കറിയില്ലെങ്കിൽ ഞാൻ സമയം നോക്കിയേ പ്രസംഗിക്കാറുള്ളൂ. നിങ്ങളുടെ സമയം നോക്കില്ല, അതുപോലെ എനിക്ക് വർണ്ണിപ്പാറുണ്ട്. എൻ്റെ കുടുംബത്തെയും ആരുമില്ലാത്ത ദേശത്ത് പരിപാലിച്ചത് ദൈവമാണ്. എൻ്റെ വീട്ടിൽ ഞാൻ പാർക്കുന്നിടത്ത് ഒരു ദിവസം 5 പാമ്പിനെ കൊന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം എൻ്റെ മനസ്സിലെ സ്ഥിതി. ഞങ്ങളുടെ കൂട്ടുകാർ നോഗയുടെ പെട്ടകം പോലെ പഴുതാര, പാമ്പ്, പല്ലി, പൂച്ച എല്ലാം ഉണ്ട്. നോഗയുടെ പെട്ടകത്തിലുണ്ടായിരുന്നു മിക്കവാറും ചെല്ലും. കാട്ടാമൃഗമൊന്നുമില്ലായിരുന്നു കേട്ടോ, ബാക്കിയുള്ളതെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ഞങ്ങളെ അവിടെ പോറ്റി. ഒരു പാമ്പ് ഞങ്ങളെ കടിച്ച്. യഹോവ നിൻ്റെ പരിപാലകൻ, യഹോവ നിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നതാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ മലയാളം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ യേശു റിയൽ സത്യമാണ്. ഇതൊരു കഥയല്ല. എല്ലാ വർഷവും ക്രിസ്തുമസ് വരുമ്പോൾ ഇപ്പോൾ ആളുകൾക്ക് യേശുവിനെ കുറിച്ച് അറിയത്തില്ല, സാന്റാ ക്ലോസിനെ കുറിച്ച് അറിയത്തുള്ളൂ. യേശുവിനെ മറച്ചു കളഞ്ഞ നമ്മളെ യേശുവിനെ കാണിക്കണം. നമ്മുടെ യേശു ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കൈയുയർത്തി സ്തോത്രം ചെയ്താട്ട്. അപ്പം ഞാൻ നിങ്ങളോടൊരു ഒരു വാക്യം പറയാം. PS ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഒരാൾ വായിക്കണം. 60-ാം സങ്കീർത്തനം 5-ാം വാക്യം ഒരാൾ വായിക്കണം. PS ലേഖനം, എനിക്ക് ഈ മൈക്ക് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ഞങ്ങൾ നിങ്ങളോട്
ഇനി 60-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം എന്തോന്ന് വായിച്ചേട്ട്. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച ഞങ്ങൾക്ക് ഉത്തരവരണമേ. ആകയാൽ ഇത് അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് പറയുന്ന ഒരു ഉപദേശമാണ്. ആകയാൽ പ്രിയ മക്കൾ എന്നതുപോലെ ദൈവത്തെ അനുകരിക്കണം. ആ പ്രിയ മക്കളെ ദൈവം എന്തു ചെയ്യും? എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. എവിടെയാ കെട്ടിക്കിടക്കുന്നത്? എവിടെയാ കെട്ടിയിരിക്കുന്നത്? പ്രിയമുള്ളവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ. ഉറപ്പുള്ളവരെന്ന് കൈ കൊടുത്ത് തോന്നി ചെയ്താട്ട്. അങ്ങനെയാണ് നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. കാരണം യേശു പറഞ്ഞു, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ സന്തോഷിക്കണം. നമ്മുടെ ജീവൻ്റെ പുസ്തകത്തിൽ പേരുണ്ട്. ഈ നമ്മൾ രക്ഷിക്കപ്പെട്ടു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റവരുണ്ട്. കാത്തൊരു അറിവുകളുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. എങ്ങനെയാ സ്നാനം? ആര് പറഞ്ഞു മുങ്ങി സ്നാനപ്പെടാൻ? ദൈവവചനം പറയുന്നു. എന്താണെന്നറിയാമോ? ഞാൻ ഓടിച്ച് പറയാം. യോഹന്നാൻ 4:20 വായിക്കേണ്ട. യോഹന്നാൻ 3:23. യോഹന്നാൻ അതിനോട് സ്നാനം കഴിപ്പിച്ചൊരു വളരെ വെള്ളമുണ്ടായിരുന്നു. അപ്പോസ്തലർ പ്രവൃത്തി 8:28 അവർ 20 വെള്ളത്തിലിറങ്ങി. റോമാലേഖനം 6:4 എന്താ? മരിച്ചവരെ അടക്കുന്ന പോലെ കുഴിച്ചിടണം. ഇതാണ് സ്നാനം. ഈ സ്നാനം ഏൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഞാൻ എൻ്റെ മനസ്സിൽ ഹിന്ദിക്കാരുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ പൊതുഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് പല ഭാഷക്കാരെൻ്റെ സഭയിലുണ്ട്. അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നത് പോലെ ഞാൻ അധ്യാപകനും ടീച്ചറും പോലെ അധ്യാപകനും കുട്ടികളെ പോലെ ചിലപ്പോൾ ചോദ്യമൊക്കെ ചോദിക്കാം. എന്നാലേ അവർക്ക് ഓർമ്മ നിൽക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വളരെ ഉയർന്ന ആത്മീയ നിലവാരമുള്ളവരായതുകൊണ്ട് ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നമുക്ക് പ്രിയ മക്കളായി ഈ ഭൂമിയിൽ ജീവിക്കണം. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം. ഈ ആഴ്ച കർത്താവ് വന്നാൽ അടുത്ത ഞായറാഴ്ച സഭായോഗത്തിന് വരുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഈ ആഴ്ച കർത്താവ് വന്നാൽ അടുത്ത ആഴ്ച സഭായോഗത്തിന് വരുന്നവർ ആരെങ്കിലും? അപ്പം നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ ഇവിടെ പോകുന്നു. എവിടെ പോവും? എവിടെ? സ്വർഗത്തിൽ. അവിടെ പോകാനായിട്ടാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ പോകണം. അതിന് തടസ്സം നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് വിടുതൽ ആവശ്യമാണ്. ദൈവം പറഞ്ഞ്, എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. ഞാൻ നിങ്ങളോടൊരു ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഒന്ന് വായിച്ചാട്ടെ. സദൃശവാക്യം 17:11 ഒന്ന് വായിച്ച് പെട്ടെന്ന്. സദൃശവാക്യം Proverbs chapter 17 verse 11. പെട്ടെന്ന് വായിച്ചേ. മത്സരക്കാരൻ ദോഷം മാത്രം അന്വേഷിക്കുന്നു, ക്രൂരനായ ഒരു ദൂതനെ. അതിൻ്റെ അർത്ഥം എന്താ നമുക്ക് മനസ്സിലാക്കി കാണത്തില്ല. മത്സരക്കാർ, നമുക്ക് വിടുതൽ ആവശ്യമുള്ള സ്ഥാനം ഞാൻ പറയുക. മത്സരം നമ്മുടെ വീട്ടിലുണ്ടായിട്ടുണ്ടോ? അവിടെ ഒരു ക്രൂരനായ ഒരു ദൂതൻ വരും. മത്സരം നിങ്ങളുടെ സഭയിലുണ്ടോ? അവിടെ ക്രൂരനായ ഒരു ദൂതൻ വരും. പിന്നെ ദൈവമൊന്നുമില്ല, അവന് അടിച്ചു വിളിച്ചോണ്ട് പോവാൻ. വിവാഹം കഴിച്ച് ഭാര്യയും ഭർത്താവ് പറയുമ്പോൾ എന്തൊരു സ്നേഹത്തിലാണ് വരുന്നത്. അച്ഛൻ പറയുന്നതെല്ലാം അമ്മാമ ആ പറയും. അമ്മാമ പറയുന്നില്ല, അച്ഛനും പറയും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ തുണി കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല, ഷൂസ് ഇടുന്നത് ഇഷ്ടപ്പെടുന്നില്ല, കുളിക്കുന്നത് അമ്മാമ്മയുടെ കറി ഇഷ്ടപ്പെടുന്നില്ല. എന്തായി രണ്ടും കൂടെ? നിങ്ങളുടെ വീട്ടിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. അത് ഇവിടെ ഇല്ല, മഞ്ഞായതുകൊണ്ട് ഇങ്ങോട്ട് വരത്തില്ല പിശാച്. ഇവിടെ തണുപ്പാണ്. ഞങ്ങൾ എത്ര കോട്ട ഇട്ടേക്കെന്നറിയാം. തണുപ്പ് എനിക്ക് തണുപ്പ് വെച്ചതില്ല, അതുകൊണ്ടാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ മത്സരമുണ്ടോ? ദൈവം നമ്മളെ കൂട്ടിച്ചേർത്ത് എന്തിനെന്നറിയാമോ? മരണം വേർപിരിക്കുന്നത് വരെ. മരണം വേർപിരിക്കുന്നത് വരെ സുഖത്തിൽ. അത് പറഞ്ഞല്ലേ പോരുന്നേ. കൈയെഴുത്തും വെച്ചല്ലേ പോന്നേ. എന്നിട്ട് ഇടയ്ക്കാകുമ്പോൾ ഇട്ടേച്ച് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇടയ്ക്ക് ഇട്ടേച്ച് പോയാൽ ആളിനെ കിട്ടും, സ്വർഗരാജ്യം കിട്ടത്തില്ല. ദൈവം വെറുക്കുന്ന ഒരു കാര്യം ഇന്ന് ലോകത്തിൽ അധികം നടക്കുന്നത്. അതുകൊണ്ട് മത്സരക്കാർ ദോഷം മാത്രമേ, ഇപ്പം ദോഷം മാത്രമേ കാണുന്നുള്ളൂ, നന്മയൊന്നും കാണുന്നില്ല. ഇതുവരെ ചെയ്ത നന്മയൊക്കെ എവിടെ പോയി? വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മൊബൈൽ, കല്യാണം ഉറക്കി വെച്ചിട്ട് മൊബൈലിലൂടെ കൈ കെട്ടുമ്പോഴത്തേക്ക് ഇരിക്കാനും ഉറങ്ങാനും നേരമില്ലായിരുന്നു. ഇപ്പം എല്ലാം ഔട്ട് ഓഫ് റേഞ്ചാണ്. അങ്ങനെയല്ല, ദൈവം നമ്മളെയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം. അങ്ങനെ നമ്മുടെ സ്വർഗീയ കുടുംബങ്ങളാണ് നമുക്ക് വേണ്ടത്. ആ കുടുംബങ്ങളാണ് സഭയിൽ വരേണ്ടത്. അപ്പം നമുക്ക് വിടുതലുള്ള, എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടും. വിടുതലിന് വേണ്ടി കീബോർഡും ഡ്രമ്മും എല്ലാം കൊണ്ട് അടിച്ച് പൊട്ടിച്ച്
അങ്ങൊന്നും വേണ്ട, ആവശ്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്ക്. കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാക്. എൻ്റെ നാവ് താണു പോയതാ. ആൻഡമാൻസ് ഒരു ശപിക്കപ്പെട്ട ദേശമാണ് എല്ലാവർക്കും അറിയാം. കാരണം കുറ്റവാളികളായി നിരപരാധികൾ അനേകം രക്തം വീണ ദേശമാണ്. അനേക ദൈവദാസന്മാർ തളർന്നുപോയി, രഹന് മരിച്ചുപോയി, എൻ്റെ നാവ് തളർന്നുപോയി, എൻ്റെ ഭാര്യയുടെ കാല് തളർന്നുപോയി. അതെല്ലാം പ്രാർത്ഥനയാൽ ദൈവം സൗഖ്യമാക്കി. ഞങ്ങൾ രണ്ടുപേരും ഇന്നും ഇത്രത്തോളം ആരോഗ്യത്തോടെ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ കാരണം ആ യേശു ജീവിക്കുന്നത് കൊണ്ടാണ്. ഇനി എങ്ങനെയാ ദൈവമക്കളാകുന്നത്? എങ്ങനെയാ? യോഹന്നാൻ 1:10 പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ. അപ്പം നമ്മൾ ദൈവമക്കളായി. ഇനി പ്രിയമക്കളാകുന്നത് എങ്ങനെയാ? മത്തായി 3:17 കാണാവുന്ന അറിയാവുന്ന വാക്യം. മത്തായി 3:17 ആരും വായിച്ച മക്കളെ? മാത്യു ചാപ്റ്റർ 3:17. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആര്? യേശു. യേശു എന്തോ ചെയ്തു? യോർദാനിൽ വന്ന് യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റപ്പം ദൈവം ഒരു സീൽ കൊടുത്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ അതവിടെ പ്രിയ മക്കളെന്ന പോലെ അവരെ അനുകരിക്കുക. ഇപ്പം സ്നാനത്തെക്കുറിച്ച് ലോകത്ത് ഭയങ്കര തർക്കം നടക്കുന്നത്. തർക്കിക്കുകയും വാദിക്കുകയും ഒന്നും വേണ്ട. അതിന് വ്യാഖ്യാനം ഒന്നും ആവശ്യമില്ല. യേശു പറഞ്ഞതുപോലെ അങ്ങ് അനുസരിച്ചാൽ നിനക്ക് സ്വർഗരാജ്യം. എന്നെ സ്നേഹിക്കുന്നവരുടെ കൽപ്പനകളെ പ്രമാണിക്കും. എൻ്റെ പിതാവ് CSL ഒരു കൺവെൻഷൻ പ്രാസംഗനായിരുന്നു. എൻ്റെ അളിയന്മാരെല്ലാം മർത്തോമായിലെ കൺവെൻഷൻ പ്രാസംഗനാണ്. തലവടി തമ്പാച്ചൻ ഉപദേശി അതുപോലുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു വലിയ പ്രസംഗരായിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ചപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് CSI പള്ളിയുണ്ട്. ഞാൻ ആരോടും അനുവാദം ചോദിച്ചാൽ പോയില്ല. അറിഞ്ഞവരൊക്കെ എന്നെ പരിഹസിച്ചു. ഞാൻ ആരോടും മറുപടി പറയാനും പോയില്ല. എനിക്ക് വാദിച്ച് തർക്കിച്ചു ഒന്നും. എൻ്റെ മാതാപിതാക്കന്മാരെ നിർബന്ധിച്ചതാണ്. വൈകിട്ട് ഭക്ഷണം വേണേൽ ബൈബിൾ വായിക്കണം. ഇന്ന് ബൈബിൾ വായിച്ചോളത്തെ കൈപൊക്കിക്കേ. യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ നിങ്ങളാ ഭാഗ്യം തള്ളിക്കളഞ്ഞു. ഇന്ന് രാവിലെ എഴുതപ്പോൾ ലേറ്റായി. ഇപ്പോൾ സൺഡേ അല്ലേ, അങ്ങനെ ഉറങ്ങിക്കൊടുത്തു. അല്ല, ആ യഹോവയുടെ ന്യായപ്രമാണത്തെ ഞാൻ ആൻഡമാൻസിലെ സഭയെ വിസിറ്റ് ചെയ്യാൻ ചെല്ലുമ്പോണ്ടല്ലോ, സ്കൂട്ടറിന് ശബ്ദം കേൾക്കുമ്പോൾ പിള്ളേർ ഓടുന്ന ആദ്യം എന്തിനാണെന്നറിയോ? വേദവസ്തു കൊടുത്തൊരു വാക്യം വായിക്കാൻ. ഞാൻ ഇടയ്ക്ക് ഇന്ന് വേദവസ്തം വായിച്ചോടാ, ആ വായിച്ചെന്ന് പറയാൻ വേണ്ടി. അത് പറയാ, ആദിയിൽ വചനം, ആദിയിൽ വചനം, വചനം, ആ വചനം. പിന്നെ നമ്മളെന്താ വായിക്കാതെ? അവനെ കൂടാതെ നിങ്ങൾക്ക് നന്മ, അവനെ കൂടാതെ ഒന്നും ഉൽപ്പാദിക്കപ്പെടുത്തില്ല. ഉണ്ടായതെല്ലാം ആരെ കൂടെ ഉണ്ടായത്? യേശു. ഈ വചനത്തെ കൊണ്ട് ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകാത്തത് വചനം വായിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കണ്ണടച്ച് ദൈവത്തിന് എന്താ പറഞ്ഞതെന്നറിയാം? വരുവാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും. ബാക്കി എന്തുവാ? മനുഷ്യത്തിന് മുമ്പ് നിൽപ്പാൻ കഴിയേണ്ടതിന് ഉണർന്നും. നമ്മൾ ഉണരുമ്പം പ്രാർത്ഥിക്കും. പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് ആരും ഉണരത്തില്ല. ഉണരുന്നോ? ജോലിക്ക് പോകാൻ ഉണരും, ജോലിക്ക് പോകാൻ വേണ്ടി ഉണരും. പ്രാർത്ഥിക്കാൻ വേണ്ടി ഉണരുന്ന എത്ര വേണ്ട? അലാറം വെച്ചോളൂ, പ്രാർത്ഥിക്കാൻ കിടക്കുന്നത്. നമ്മൾ ഇനി പ്രിയമുള്ളവർ ഒഴിവിക്കപ്പെടണം. ഈ സ്വഭാവത്തിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകണം. നിങ്ങളൊക്കെ നല്ല ആൾക്കാർ. നമുക്ക് സുഖത്തിൽ പോകണ്ടേ? വേണോ? വെറുതെ അങ്ങ് പോയാൽ മതിയോ? അല്ല, ചെല്ലുമ്പം കർത്താവേ ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു, നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു? അതുകൊണ്ട് നിങ്ങൾ 10 അധ്യായം വായിക്കാമെന്ന് ഞാൻ പറയത്തില്ല. രാവിലെ എഴുന്നേറ്റൊരു 5 വാക്യം, നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിലും ഒരു 5 വാക്യം. കുഞ്ഞുങ്ങളെ, you have to be careful. You have to read the meditate the word of God at least 5 verses in the morning and 10 verses in the evening. You can complete the word of God. അപ്പോൾ ഈ വേദപുസ്തകം തിരുവചനം വായിക്കാതെ എങ്ങനെ നമ്മൾ നന്നാകും? നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോടങ്ങ് നിലവിളിയാ. എൻ്റെ ആവശ്യം ഒന്നും സാധിക്കാതെ കാരണം ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതെല്ലാം അവനോടുകൂടിയാണ് ഉളവായത്. ഞാനിവിടെ ഇപ്പോൾ ഇന്ന് വന്ന് ഞാനും ജിബി ബ്രദറും കൂടെ 8:30 വരാനാണ് പ്ലാനിട്ട്. ഞാൻ എപ്പോഴും എഴുന്നേറ്ററിയാം 3:45. ഞാനൊരു 1.5 മണിക്കൂർ ഒന്ന് പ്രാർത്ഥിച്ചു. 3 അധ്യായം വായിച്ചു. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ വെളിയിലോട്ടിറങ്ങിയത്. എന്താ? അതെൻ്റെ പഴക്കമാണ്. എൻ്റെ അപ്പനും അമ്മയും അന്ന് എന്നെ പഠിപ്പിച്ചതാ. ബാലൻ നടക്കേണ്ടത് വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറത്തില്ല. നമ്മുടെ സഭയിലുള്ള എല്ലാവരും തിരുവചനം വായിക്കണം. പ്രിയമുള്ളവരെ, അത് ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് നന്മ വരാനാ. ഈ ദൈവദാസൻ എന്നും കൂടെ ഇരിക്കുമോ? അല്ലെ പ്രസംഗിക്കാൻ വേണ്ടി ദൈവദാസൻ എന്നും കൂടെ ഇരിക്കുമോ? മാതാപിതാക്കന്മാരെന്നും കൂടെ ഇരിക്കുമോ? പക്ഷേ ദൈവം എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കും. ആ വചനം നിങ്ങളിൽ അത്ഭുതം ചെയ്യും. നിങ്ങൾ ഇരുട്ടായിരിക്കുമ്പോൾ ദൈവം പറയും, നിങ്ങളിൽ വെളിച്ചം ഉണ്ടാകട്ടെ. ആ വെളിച്ചമുണ്ടാകും.
നിങ്ങൾ ഫലമില്ലാതിരിക്കും പറയും, അവന് ഫലമുണ്ടാകട്ടെ, ഫലമുണ്ടാകും. വിത്തുള്ള സസ്യങ്ങൾ വിത്തില്ലാത്ത ദൈവം സൃഷ്ടിച്ചില്ല. ഇപ്പോഴാണ് ഈ സീഡ്ലെസ് ഒക്കെ വന്നത്. ദൈവം ഉണ്ടാക്കിയത് എല്ലാത്തിനും വിത്തുണ്ടായിരുന്നു, അതിന് ഭാവി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ഭാവിയില്ല. ഓക്കെ, അതുകൊണ്ട് ഇവിടെ വായിക്കുന്നു, എനിക്ക് പ്രിയമുള്ളവർ ലഭിക്കണം. പ്രിയ മക്കളെന്ന പോലെ. പ്രിയ മക്കളാകാൻ ഒന്നാമത് നമ്മൾ രക്ഷിക്കപ്പെട്ടവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജലത്തിൽ സാരപ്പെടുമ്പം ദൈവം ഒരു സീലടിക്കും. നിങ്ങളെ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നിങ്ങൾ കാനഡയിൽ വന്നു നോക്കണം. നിങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവന്നു വിശ്വസിക്കുന്നവർ കൈവത്ത് സ്തോത്രം ചെയ്തായിട്ട്. ആമേൻ. കാരണം നിങ്ങൾ ഇന്ത്യയിലെ ഗ്രാമത്തിൽ ജനിച്ചവരാ. നിങ്ങളിപ്പോൾ വലിയ സിറ്റിയിൽ നല്ല പട്ടണത്തിലാണ് പാർക്കുന്നത്. ഇത് ദൈവഹിതമാണ്. ജോസഫ് ഒരു ഗ്രാമത്തിലാണ് ജനിച്ചത്. ജോസഫ് പ്രവർത്തിച്ചത് ഫറവോന്റെ കൊട്ടാരത്തിലാണ്. അത് ദൈവപ്ലാനാണ്. മോശ കൊട്ടാരത്തിലാണ് വളർന്നത്, പ്രവർത്തിച്ചത് ഇവിടെ മരുഭൂമിയിൽ. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നമ്മളെ എവിടെയാക്കിയാൽ ഫലം കൊടുക്കും ദൈവത്തിനറിയാം. നിങ്ങൾ ഫലം കൊടുക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഉണർന്ന് നിന്ന് പ്രാർത്ഥിക്കണം. അതിലൊരു 15 മിനിറ്റ് മുമ്പ് അലാറം ഒന്ന് വെക്കണം. കർത്താവിനെ എഴുന്നേൽപ്പിക്കണമേ, 5:15 എഴുന്നേൽപ്പിക്കണമേ. എന്നിട്ട് വചനം വായിക്കണം. അപ്പോൾ നിങ്ങൾ ഫലമുള്ളവരാകും. ഞാനിത് അനുഭവത്തുള്ളതാണ് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലായി ഇത്രയും കാലം എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. അവരെയും ദൈവം അങ്ങനെ തന്നെ ഞാൻ വളർത്തി. അവരും അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു, ഞങ്ങളും അനുഗ്രഹിക്കപ്പെട്ടു, എൻ്റെ സഭയിലുള്ളവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. കാരണം ഞാൻ അവരെ വചനം വായിക്കാൻ നിർബന്ധിക്കും. ചിലപ്പോൾ കുരിശെടുക്കാൻ നിർബന്ധിച്ച തലമുറ അനുഗ്രഹിക്കപ്പെടും. അതൊക്കെ വചനം ഇവിടെ വായിക്കുന്നത് 40 മിനിറ്റാണല്ലേ പറഞ്ഞത്. ഓക്കെ. നിനക്ക് പ്രിയമുള്ളവർ, നിങ്ങളുടെ വീട്ടിൽ മത്സരമുണ്ടെങ്കിൽ മാറ്റിക്കോണം. ആരും ബലഹീനരായ എല്ലാവരും കുഞ്ഞുങ്ങളെ മാതാപിതാക്കന്മാരോട് മത്സരിക്കരുത്. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും നിൻ്റെ അപ്പനെയും അമ്മയും അവർക്ക് നിങ്ങളെക്കാൾ പഠിപ്പ് കുറവായിരിക്കും, പക്ഷേ നിങ്ങളെ പഠിപ്പിക്കാൻ വിട്ടതവരാ. ഓക്കെ, അതുകൊണ്ട് അവരോട് മത്സരിക്കരുത്. അവർക്ക് അധീനമായി ജീവിച്ച ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വരും. അല്ലെങ്കിൽ നിങ്ങളുടെയും മാതാപിതാവിൻ്റെയും പിതാവിൻ്റെ ഇടയ്ക്ക് ഒരു ക്രൂരദൂതൻ, എന്തോ അവൻ്റെ പേര്, ക്രൂരദൂതൻ. അവന് ദയൊന്നുമില്ല. ഇന്നലെ വരെ സ്നേഹിച്ചിരുന്ന ഭാര്യയെയും ഭർത്താവിനെയും പിണക്കിക്കൊണ്ട് അയാളെ വേണ്ട എനിക്കത് പറയാൻ കാരണം എത്ര കുഞ്ഞുങ്ങൾ അപ്പനെ എനിക്ക് വേണ്ട കണ്ടോനടുത്ത് വന്ന് ഒരു മിസ് കോൾ അടിച്ചപ്പോഴത്തേക്ക് അവൻ്റെ കൂടെ ഒക്കെ പോയി. എന്നിട്ട് അപ്പനെ വേണ്ടാന്ന് പറഞ്ഞ് എത്ര പേരാ? ഈ ക്രൂരദൂതൻ എവിടെ നിന്ന് വന്നു? ദൈവമക്കളുടെ ഇടയിൽ ഇക്കാലത്ത് കാണുന്നുണ്ട്. നമ്മുടെ സഭകളിലത്ത് കാണരുത്. മക്കളെ യഹോവ നൽകുന്ന, ഒന്ന് ഉറക്കെ പറ, മക്കളെ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ തരുന്ന ആ പ്രതിഫലം. അപ്പം നിങ്ങളുടെ അവകാശത്തിന്മേൽ ശത്രുവിന്റെ കയ്യ് ഇരിക്കരുത്. ആൺകുഞ്ഞായാലെന്താ പെൺകുഞ്ഞായാലും പക്ഷപാതം കാണിക്കരുത്. അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിക്കണം. എനിക്ക് ഒരു സ്ഥലമില്ല. എൻ്റെ പെൺകുഞ്ഞുങ്ങളാണ് എന്നെ പോറ്റുന്നേ. രണ്ടാമത്തെ ആളാണ് എനിക്കൊരു വീട് മേടിച്ചു തന്നത് തിരുവല്ലായി. ഞാൻ പറഞ്ഞു എൻ്റെ പേരിലൊന്നും എഴുതണ്ട, അവരുടെ പേര് തന്നെ കിടക്കുക. മൂത്ത മോളാണ് ഞങ്ങൾക്ക് പട്ടണത്തിലുള്ള തരുന്നത്. ഇളയ മോളെ എൻ്റെ മനസ്സിൽ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. രണ്ടാമത്തെ മോൾ കൊടുക്കുന്നുണ്ട്. എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? നമ്മൾ ചോദിക്കണ്ട. ഞാൻ ആരോടും പൈസ ചോദിക്കാറില്ല. നിങ്ങൾ ഇതിനകത്തുള്ളൊരു സഭാകളുണ്ട്, 3 നിലയുള്ള സഭകൾ. ഞാൻ ഒരു പൈസ കടം മേടിച്ചിട്ടില്ല. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കാൻ പോവാ. നമ്മൾ എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന് ആർക്കെങ്കിലും അറിയാം? ഉറപ്പുള്ള ആരും കൈവയ്ക്ക് എത്ര വയസ്സ് വരെ ജീവിക്കുമെന്ന്? എന്നാൽ ഞാൻ നിങ്ങളൊരു രഹസ്യം പറയാം. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും. നിൻ്റെ മക്കളുടെ മക്കളെ നീ, ഭാഷയ്ക്ക് 3 മക്കളില്ലേ, അയാളെ മോൻ്റെ ഒരു കൊച്ചു കല്യാണമൊക്കെ കഴിച്ച് ഒരു കൊച്ചിനെ ആകുന്നത് വരെ, അതല്ലേ വാഗ്ദത്തം? എന്താ പിന്നെ ലഭിക്കാതെ തോന്നുന്നത്? ഞാനങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ കടലിൽ മുങ്ങി ചാകേണ്ടവനാ. ഞാൻ പ്രാർത്ഥിച്ച്, കർത്താവേ എൻ്റെ കുഞ്ഞുങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാ, നിൻ്റെ മക്കളുടെ മക്കളെ കാണുമെന്നും പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടത്. കല്യാണം കഴിഞ്ഞ് അനുഗ്രഹിച്ച് വിട്ടത്. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണണ്ടേ? അപ്പം ഞാൻ കൊച്ചുമക്കളെ കണ്ടുകൊണ്ടായിരിക്കുന്നത്. ഞാനിവിടെ വന്ന പിന്നെ പിള്ളേരോടൊരു കാര്യം പറഞ്ഞു. ബൈബിൾ വായിക്കാൻ എളുപ്പം. ഒരു മൂത്ത 12 വയസ്സ്, ഇളയ കൊച്ചിന് 10 വയസ്സ്, 8-9 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരാൾ സങ്കീർത്തനം ലീഡ് ചെയ്യണം. ഈ മോർണിംഗിൽ മോള്, വൈകിട്ട് മോൻ. ഇപ്പം പിടിച്ചു പറയാ ബൈബിൾ വായിക്കാൻ കേട്ടോ. നമ്മളവരുടെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞുങ്ങൾ, നിൻ്റെ അവകാശം നശിച്ചു പോകല്ല. നിൻ്റെ അവകാശത്തിന് ശത്രുവിൻ്റെ കൈ. എനിക്ക് നിങ്ങളെ ഇവിടുന്ന് തുള്ളിച്ചോണ്ടിരിക്കാൻ പറ്റും, പക്ഷേ ഞാൻ ചെയ്യത്തില്ല. ഇപ്പം ഈ അരമണിക്കൂർ കിട്ടുന്നതിനകത്ത് നിങ്ങളിതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ പിന്നെ തുള്ളിക്കോ, പാട്ട് പാടുമ്പോൾ തുള്ളിക്കോ, അത് ഒരു കുഴപ്പമില്ല. നല്ലപോലെ അടിച്ചു, നല്ല ട്രം അടിക്കുന്നു. എനിക്ക് പെട്ടെന്ന് പോയിട്ട് വരണം കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത്,
ദൈവം താലന്തുകളൊക്കെ ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചു. എനിക്കിതൊക്കെ അറിയാം കേട്ടോ, ഇപ്പോൾ വായിക്കാറില്ലെന്നുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ട് കാരണം എന്താണെന്നറിയാമോ? മക്കളെ വന്നിരിക്കുന്ന അവകാശമാണ്. ഉദരബലം അവൻ തരുന്ന അവൻ്റെ ദുഷ്ടൻ്റെ കൈ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ ദുഷ്ടൻ്റെ കൈ ഇരിക്കരുത്. നിങ്ങളെന്തിനാണ് പേടിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങ് പേടിയാ. കുഞ്ഞ് വെളിയിലോട്ട് പോയത് കുഞ്ഞിൻ്റെ തലേ കൈവച്ച് അനുഗ്രഹിച്ചു. ദൂതന്മാരെ അവളെ കാക്കും. നിൻ്റെ മക്കളുടെ മക്കളെ നീ കാണും. അത് കഴിഞ്ഞ് ഞാൻ പിന്നെന്താ പ്രാർത്ഥിക്കണമെന്നറിയാമോ? എനിക്ക് ദീർഘായുസുള്ള തൃപ്തിയുള്ള ദീർഘായുസ്. 30 വർഷം ഞാൻ രോഗിയായിട്ട് കട്ടിലെ കിടന്നിട്ട് എന്താ പറയുന്നത്? തൃപ്തിയുള്ള ദീർഘായുസ്. വയസ്സ് വരെ എഴുന്നേറ്റ് നടന്ന് പോയി വല്ലതൊക്കെ ചെയ്ത് അത്യാവശ്യം അവരവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്നൊരു കാലം ഒരു വെട്ട് പിരിഞ്ഞ് പിന്നെ ക്രിസ്തുവിനോടുകൂടെ. ഇതാ ദൈവം വെച്ചിരിക്കുന്ന പ്ലാൻ. ഇതിനിടയ്ക്ക് നിങ്ങൾക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടും. ഒരു ക്രൂരദൂതനാണ് നിങ്ങളായിട്ട് വേദനിപ്പിക്കുന്നത്. ഭയപ്പാട്, ആവശ്യമില്ലാത്ത ഭയപ്പാട്. ഇപ്പോൾ ഇവിടെ വന്ന പഠിക്കാൻ വരുന്ന നമ്മുടെ സഹോദരന്മാരെ ഓർത്ത് ദുഃഖമുണ്ട്. നിങ്ങൾ രേഖ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വിരോധമായാലും ദൈവം നിങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ദൈവം നിങ്ങൾക്ക് അനുകൂലം. രേഖയെല്ലാം എതിരാ. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം. പൗലോസും സീലാസും 2 പേര് അവർ കാരാഗ്രഹത്തിലാണ്. അവർ പ്രാർത്ഥന തുടങ്ങിയപ്പോഴാണ് അർദ്ധരാത്രിക്ക്. അത് വേറെ വിഷയം ഇപ്പം പറയാനറിയില്ല. എങ്കിലും അവർ 2 പേരും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ 9 കാര്യം നടന്നത്. 9 കാര്യം അവർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചു. നിങ്ങൾ 2 പേരും ദുഃഖമുള്ളവരും എല്ലാവരും കൂടെ സഭ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക, ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. അർദ്ധരാത്രിക്ക് പ്രാർത്ഥന തുടങ്ങി. നേരം വെളുത്ത് ഇവരെ കൊണ്ടുപോകാൻ ആൾ വന്നപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചു. ഭൂകമ്പം ഉണ്ടായി, വാതികൾ തുറന്നു, ചാകാൻ പോയ കാലകപ്പ രക്ഷിക്കപ്പെട്ടു. അവിടെ ഒരു സഭയുണ്ടായി. 6 മണിക്കൂറത്തെ പ്രാർത്ഥന, 9 അത്ഭുതങ്ങൾ നടന്നു. നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ ആവശ്യക്കാരാ. കടലിൽ മുങ്ങാൻ ചെല്ലുമ്പം അല്ലെങ്കിൽ എൻ്റെ അതുപോലെ എത്ര അനുഭവങ്ങളാണ്. ഈ ദൈവം നമ്മുടെ ദൈവമാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. സമയം പോകുന്നതിന് മുന്നേ ഞാൻ ഓടിച്ചു പോകുന്നുണ്ട്. എനിക്കൊരു അപ്രാളം കേട്ടോ. നിങ്ങളവർക്ക് ശ്വാസം ഒത്തിരി പറയാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. ആ സഹോദരിമാർ അവനോട് ആളയച്ചു, നിനക്ക് പ്രിയനായിരുന്നവൻ നോക്ക്, പ്രിയനായവന് ദീനവും വരും. ദീനം വർദ്ധിക്കുകയും ചെയ്യുന്നിരിക്കും. ചിലപ്പോൾ അതിനേക്കാൾ കാഠിന്യമായിട്ട് വന്നെന്നിരിക്കാം. രേഖ നമുക്ക് വിരോധമായി എഴുതുന്നിരിക്കാം. പക്ഷെങ്കിൽ നമുക്ക് മുമ്പ് പോയൊരു കർത്താവുണ്ട്. ആ കർത്താവ് ഈ സഹോദരന്മാർ ഈ സഹോദരനെ കുറിച്ച് പറയുന്നത് നിനക്ക് പ്രിയനായവൻ. നമ്മുടെ സഭയിലുള്ള ഒരു സഹോദരനെ കുറിച്ച് സഭയിലുള്ള മറ്റു സഹോദരൻ എന്താ പറയുക? ആ വഴക്കാളിൽ നിന്ന് വന്നില്ല എന്ന് പറയും. കമ്മിറ്റി കൂടുമ്പോൾ അറിയണം നമ്മൾ ആരാ നീതിമാനെന്ന്. ഇവിടെ കമ്മിറ്റി ഒന്നുമില്ലെങ്കിൽ നല്ല കാര്യം. പൈസ കൊണ്ടെങ്കിൽ അത് കണക്കെഴുതാൻ മാത്രം ഒരാളെ വെച്ചാൽ മതി. കാരണം ഇത് കൂടുമ്പോഴത്തേക്കുള്ളൂ പിന്നെ പ്രശ്നങ്ങൾ കൂടുക. ഞാൻ പറഞ്ഞത് നമ്മളെക്കുറിച്ച് ആളുകൾ എന്തോ പറയും. എനിക്ക് പ്രിയനായവൻ, അയ്യോ ആ ബ്രദർ ഒന്നും വന്നില്ലല്ലോ, ആ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരാൾ രോഗിയാക്കി കിടക്കുക, നമ്മളവരെ കാണാൻ ചെല്ലുക. അയ്യോ അമ്മച്ചിക്ക് എന്നാ പറ്റി? എനിക്കിവിടെ ഒരു വേദന കുറേ നാളായി. എൻ്റെ മാമ എന്നാ ട്യൂബറാ, എന്നാ പോകാം. നിങ്ങൾ പോകാതിരിക്കുക നല്ലത്. നിങ്ങൾ പ്രിയനായവൻ അവിടെ ചെന്നൊരു ആശ്വാസത്തിൻ്റെ വാക്ക് പറ. നിങ്ങൾ പഠിച്ച രോഗത്തിൻ്റെ കാര്യമില്ല, അവിടെ പോയി പറയണ്ട. യേശു ക്രിസ്തു അത്ഭുതം ചുമച്ച് തലവേദന എത്ര നാളായി, യേശു നിങ്ങളെ സൗഖ്യമാക്കുമെന്ന് പറ. അത് പറയാനാണ് നമ്മളെ ദൈവം വിളിച്ചത്. നമ്മുടെ വായിൽ ജീവനുമുണ്ട് മരണവുമുണ്ട്. നമ്മൾ പറയുന്ന എല്ലാം വിരോധമാണ്, ദൈവവചനത്തിലുള്ള വിരോധമാണ്. നമ്മൾ വേദപുസ്തകം വായിക്കുന്നില്ലല്ലോ. വേദപുസ്തകം ഒരു പ്രാവശ്യം വായിച്ച് തീർത്തോന്ന് കൈവയ്ക്കും. ഒന്ന് അവരപ്പച്ചനും അമ്മച്ചിയും പാർശ്വമുണ്ട്. നിങ്ങളൊക്കെ വായിക്കണം. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടല്ലോ എപ്പീസർ പറയുമ്പോൾ ഉൽപ്പത്തി പോയി തപ്പാൻ പോകുന്നതിന് കാരണം അതാ. ആദ്യം തപ്പി എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കുക പൈസ ഏതൊന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ വളരണം. ഒരപ്പച്ചനുണ്ടായിരുന്നു ദേശത്ത്. ഏത് സുവിശേഷ പ്രവർത്തനം പണം കൊടുക്കും. പക്ഷേ വലിയ ആത്മീയനൊന്നുമല്ല, പോകും, പണം കൊടുക്കും. അപ്പച്ചനോട് അവിടെ ഒരു പൊതുകൂട്ടായ്മ നടത്തി. അപ്പച്ചൻ അവിടെ ചെന്നു. പതിവില്ലാതെ ചെന്നപ്പോൾ ആളുകൾക്ക് ഈ അപ്പച്ചൻ എന്തെങ്കിലും ഒരു ശുശ്രൂഷ കൊടുക്കണമല്ലോ. അപ്പോൾ അപ്പച്ചനോട് പറഞ്ഞ അപ്പച്ചൻ ആശീർവാദം പറയണം. അപ്പച്ചനോട് ആശീർവാദം പറഞ്ഞിട്ടുള്ളൂ. അപ്പച്ചൻ ആകെപ്പാടെ വേർത്തു പോയി. പിന്നെ ഇവർ പറഞ്ഞതല്ലേ
പണം ഒത്തിരി കൊടുത്തതല്ലേ. അപ്പം എഴുന്നേറ്റ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇതാ പഠിച്ചത് ഇത്രയും കാലം. പണം കൊടുത്താൽ പോരാ, വചനം പഠിക്കണം. ആശീർവാദം ബൈബിളിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നിങ്ങളുടെവരോട് അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. നമ്മൾ അനുഗ്രഹിക്കണം, മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. അല്ല അപ്പച്ചി തലവേദനയാണോ പോക്ക ഇവിടെ എന്നാ ഹാർട്ട് കഴിഞ്ഞു പോയി, ഇതൊന്നും പറയേണ്ടത്. നിങ്ങൾ നമ്മളെ ക്രിയേറ്റ് ചെയ്യാൻ ദൈവത്തിന് കഴിയും, നമ്മളെ രൂപാന്തരപ്പെടുത്താൻ ദൈവത്തിന് കഴിയും. എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതലുണ്ടാകണം. ഇതാ പ്രിയനായ ഒരു മനുഷ്യൻ ദീനമായി കിടക്കുക. സഹോദരിമാർ, ഒരാൾ നല്ല ആത്മീയതയാ. ഒരാൾ യേശു വന്നാൽ കാൽക്കിരുന്ന് പഠിത്തമേ ഉള്ളൂ, വീട്ടിൽ ഒരു കാര്യവും ചെയ്യത്തില്ല. മറ്റേ ആളങ്ങ് അടുക്കള ജോലി തന്നെയാണ്. ഇത് രണ്ടുമായി പോകുന്ന കൂടിപ്പോവും. രണ്ടും കൂടെ മിക്സ് ചെയ്ത് പോകണം കേട്ടോ. നിങ്ങൾ ആത്മീയത പറഞ്ഞ് വീട്ടിൽ കഞ്ഞി വെക്കാതൊന്നും പോകരുത്. കഞ്ഞിയൊക്കെ വെക്കണം. അത് ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് പിള്ളേർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇത് പ്രാർത്ഥിക്കണം. അത് പോട്ടെ, യേശു അത് പ്രശംസിച്ചത്. അവരെ എന്തോ ചെയ്യാനാ. ഓക്കെ, അവൾ നല്ല അംശം തെറിഞ്ഞെടുത്തു. പക്ഷേ ഇപ്പം ആ സഹോദരൻ രോഗിയായി. അത് കഴിഞ്ഞ് സഹോദരൻ്റെ ദീനം കൂടി. യേശുവിനെ അറിയിച്ച് യേശു വന്നില്ല. സഹോദരൻ മരിച്ചുപോയി, യേശു വന്നില്ല. നമ്മുടെ സഭയിൽ ഒരു രോഗിയായി കിടക്കുന്ന ഒരു സഹോദരിയോ പാഷയ്ക്ക് ഫോൺ ചെയ്തു. പാഷയ്ക്ക് ചെന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച സഭായോഗത്തിൽ വരുമോ? ഞാൻ വിളിച്ച് വരാൻ നേരമില്ല. ഇവിടെ അങ്ങനെയല്ല, പാഷയ്ക്ക് അറിയപ്പെടുന്ന നേരമില്ല. പാഷയ്ക്ക് ചിരിക്കാൻ പറ്റുമോ, കരയാൻ പറ്റുമോ ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളൊക്കെ ആയിരിക്കും കാരണക്കാർ. പിന്നെ സഭായോഗത്തിന് പോലും വരത്തില്ല. അതുപോലെ ഇവർക്കും പറ്റിയത്. ഇവരെന്തോ മരിച്ചുപോയി. സഹോദരൻ മരിച്ചുപോയി. യേശു വന്ന് വെളിയിൽ നിൽക്കുക. മാർത്ത എന്ന് കണ്ടു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അത് കഴിഞ്ഞ് മറിയെ വിളിക്കുന്നു. മറിയെ ചെന്ന്, മറിയേ ഗുരു വന്നിട്ടുണ്ട്, അത്ഭുതം നടക്കും. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്ത്, ഒരു വാക്കിയില്ലേ എതിർത്തത്, 2-3 പേർ കൂടുന്നിടത്ത് ഞാൻ അവരുടെ നടുവിലുണ്ട്. യേശു വന്നെങ്കിൽ അത്ഭുതം നടക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത്, നിങ്ങൾ കൂടുന്നിടത്ത്, നിങ്ങൾ ആരാധിക്കുന്നിടത്ത് യേശു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. ഗുരു വന്നിട്ടുണ്ട്, ഉറപ്പ് പറ. ഇവിടെ യേശു വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ പറയുന്നത്. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ടെന്നോ? നിങ്ങളുടെ വീട്ടിൽ യേശു ഉണ്ടോ? അതോ ക്രൂരദൂതനാണോ? 2-3 കൂടുതൽ തമ്മിൽ എനിക്കൊരു ഒരേ കെട്ടിൽ കിടക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തില്ല. സഭായോഗത്തിൽ കൈ കൊണ്ടൊക്കെ തട്ടി വെച്ചാൽ പോകുന്നത്. അങ്ങനെ ഇവിടെ വന്നു കൈ അടിച്ചിടൊന്നും ഒരു കാര്യമില്ല. ക്രൂരദൂതനെ ഗെറ്റ് ഔട്ട് എന്ന് പറ. യേശുവിൻ്റെ നാമത്തിൽ പോപിശാചേ, എനിക്ക് അവളോടൊരു ബന്ധമില്ല. ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വരുമ്പോൾ പോകേണ്ടവരാ. ഇവിടെ വായിക്കുന്നു, യേശു പറഞ്ഞു അവനെ എവിടെ വെച്ച സ്ഥലം കാണിക്കാൻ കൊണ്ടുപോവാ. ഒരു കല്ലറ. ആ കല്ലറയ്ക്കകത്ത് അവനെ വെച്ചിരിക്കുക. പക്ഷെ അവർക്കൊരു സംശയം. ഇവൻ മരിച്ചിട്ട് 4 ദിവസമായി. നാറ്റം വെച്ച് തുടങ്ങും. ഇനി എന്തോ ചെയ്യാൻ പോവാ, ആർക്കറിയാം. യേശു അവിടെ ചെന്ന് വെച്ച കല്ലുകളൊക്കെ ഒന്ന് എടുത്തേ മാറ്റി. യേശു വന്നിട്ടുണ്ടെങ്കിൽ അത്ഭുതം നടക്കും. പക്ഷെ നാം വെച്ച കല്ല് നാം എടുക്കണം. ആ കല്ല് മാറ്റി. യേശു ലാസറേ പുറത്തു വാന്ന് വിളിച്ചു. ആരാ പുറത്തു വന്നേ? ലാസറിനെ കുറിച്ച് സഹോദരന്മാർ മുമ്പ് പറഞ്ഞെന്തുവാ? എനിക്ക് പ്രിയനായവൻ. ഇപ്പൊ കണ്ടാ എങ്ങനെ തോന്നും? ഇപ്പൊ ലാസറിനെ യേശു വിളിച്ചത്. ഇപ്പൊ പുറത്ത് നിൽക്കുന്ന ആരാ? മൊത്തം മൂടിക്കെട്ടിയ ഒരു ഭൂതം പോലാണ് അല്ലേ? ഈ സഹോദരിമാർ തന്നെയാ പറഞ്ഞത്, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ആ ദീനമായി കിടക്കുന്ന ലാസറിന്റെ സഹോദരന്റെ പേരാ ലാസർ. ആ ലാസറിനെ യേശു വിളിച്ചത്. ഇപ്പൊ വന്നിരിക്കുന്നുണ്ട് ഭൂതം പോരാ. ചിലപ്പോൾ നമ്മുടെയൊക്കെ സ്വഭാവം ഇതുപോലെ. എന്നിട്ട് നമ്മൾ പറയും BP ആണ്. BP ആണെങ്കിൽ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക, അല്ലെ പ്രാർത്ഥിക്കുക. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളുണ്ടാകണം. ക്രിസ്തുവിൻ്റെ സ്വഭാവം. നിനക്ക് പ്രിയനായവൻ വിട്ടുവയ്ക്കപ്പെടണം. അതിനെന്ത് ചെയ്യണം? കല്ല് മാറ്റേണ്ട ഒരു കല്ല് മാറ്റണം. ഇപ്പോൾ പ്രിയനകത്തിരിപ്പുണ്ട്, പുറത്ത് തുണിക്കട്ടാ. കണ്ടാ ഒരുമാതിരി ഭൂതം പോലെ വന്നിരിക്കുന്നത്. പ്രിയനായവനെ വിളിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ ഇങ്ങനെയുണ്ട്. അതാ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പഴയത് എല്ലാം കഴിഞ്ഞു പോകണം. അതിനെന്തോ ചെയ്യണം? കെട്ടഴിക്കുക. അവൻ ഇടുവരുത് പ്രാപിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ ബന്ധിക്കപ്പെട്ടു വിട്ട് എനിക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടണം. നാം ദൈവത്തിൻ്റെ പ്രിയരാ. നമ്മെ ചേർക്കാനായി കർത്താവ് വരാൻ പോവുക.
കാഹളം ധരിക്കും, മരിച്ചവർ അക്ഷരായി ഓർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അതാണ് ഞാൻ ചുമ്പ ചോദിച്ചത്. കർത്താവ് ഈ ആഴ്ച വന്നാൽ അടുത്ത ആഴ്ച സഭായോഗത്തിന് ഇവിടെ ആരും വരരുത്. നാണക്കേട്, നാട്ടുകാരെന്നാ പറയും. അതുകൊണ്ട് വരരുത്. അല്ല, അതിനു മുമ്പ് നമ്മൾ കർത്താവിന് വേണ്ടി പോകാൻ ഒരുങ്ങാം. ജഡം നമ്മളെ പിടിക്കരുത്. പ്രിയനായവനായി ജീവിക്കാം. ദൈവവചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ.